ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ആരാ സ്ക്രീൻ ഷെയർ ചെയ്തേ? ശ്രുതിയാണോ ഷെയർ ചെയ്തേ? ആരാ ഷെയർ ചെയ്തേ? അതെ സാർ, അതെ. പക്ഷെ ഇന്ന് എന്റെ നെറ്റ് കുറച്ച് സ്ലോ ആണ്. സോറി, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? ഹൃതിക ഷെയർ ചെയ്തേ? ഹൃതിക നെറ്റ് ഫാസ്റ്റ് ആയിട്ട്. ഒറ്റ സെക്കൻഡ് കേട്ടോ. ഒന്ന് ഷെയർ ചെയ്തേ. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, അതൊന്ന് ഫുൾ സ്ക്രീൻ ആക്ക്. എത്ര ഉള്ളൂ തോന്നല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിസ്പ്ലേ ക്യാമ്പയിൻ എന്ന് പറയും. എല്ലാവരും ബുക്കിൽ എഴുതാം. എന്താണ് ഡിസ്പ്ലേ ക്യാമ്പയിൻ? വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറില്ല, ഞാൻ ഗൂഗിൾ ആഡിൽ 10-25 കോടി രൂപ സ്പെൻഡ് ചെയ്തു. അത് സ്പെൻഡ് ചെയ്തത് മെജോറിറ്റി ഓഫ് ദ ബഡ്ജറ്റ് ഞാൻ സ്പെൻഡ് ചെയ്തത് ഡിസ്പ്ലേ ആഡിലാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹൗ പവർഫുൾ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോ ഡിസ്പ്ലേ ആഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാലാണ്ടത് മനസ്സിലാവും. എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നിങ്ങളിപ്പോൾ ഇതും കൂടി പഠിക്കണത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതും കൂടി നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിലൂടെയാണ് നമ്മൾ യൂട്യൂബിലൊക്കെ ആഡ് ഇടുന്നത്, പല രീതിയിൽ ആഡൊക്കെ ചെയ്യുന്നത്. ഡിസ്പ്ലേ ആഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ നമ്മളിപ്പോ എവിടെ ആഡ് ചെയ്യാനോ പഠിച്ചെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എവിടെയാണ് ആഡ് ചെയ്യാൻ പഠിച്ചത്? എവിടെയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പഠിച്ചത്? സോഷ്യൽ മീഡിയ. നമ്മൾ ആഡ് ചെയ്യാൻ പഠിച്ചത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴാണ്. ക്ലിയർ? ശരിയല്ലേ? നമ്മൾ ആഡ് ചെയ്യാൻ പഠിച്ചത്, ഇത്ര ദിവസം ആഡ് ചെയ്യാൻ പഠിച്ചത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ടോപ്പിക്കിനെ കുറിച്ച് പറയണത്. നമ്മൾ പഠിച്ചത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് വരണം. ശരിയാണോ? നിങ്ങൾ റിപ്ലൈ. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് വരണം, അതിനുവേണ്ടിയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ആഡ് പ്ലേസ് ചെയ്യാം. അതെങ്ങനെയുണ്ട്? മറ്റുള്ളവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ആഡുകൾ പ്ലേസ് ചെയ്യാം. അതിനെയാണ് ഡിസ്പ്ലേ ആഡ് എന്ന് പറയാം. മറ്റുള്ളവരുടെ സ്പേസ് എന്ന് പറഞ്ഞാൽ, ഹൃതിക വേറൊരു ടാബ് ഓപ്പൺ ചെയ്തേ. വേറെ ടാബ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അവിടെ സെർച്ച് ചെയ്ത് ഫ്രഷേഴ്സ് ജോബ് എന്ന് സെർച്ച് ചെയ്ത്, ഫ്രഷേഴ്സ് ജോബ് താഴേക്ക് താത്തി പയ്യെ, താഴേക്ക് പോരട്ടെ. നമുക്കറിയില്ല, താഴേക്ക് പോരട്ടെ. ആ ഫ്രഷേഴ്സ് വേൾഡ് എടുത്ത്, ചിലപ്പോ കിട്ടും. അതിൽ IT സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്ത്, വെയിറ്റ് ചെയ്യാം. റൈറ്റ് സൈഡിലെ സൈൻ ഇൻ അത് ക്ലോസ് ചെയ്തേ. വെയിറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ മുകളിൽ ഒരു ബാനർ കണ്ടോ? SEM Rush ഫൈൻഡിങ് ദ റൈറ്റ് എന്ന് കണ്ടോ? ആ ബാനറിന്റെ മുകളിലേക്ക് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യരുത്. ബാനറിന്റെ മുകളിലേക്ക് മൗസ് കൊണ്ടുവരാം. ആ ബാനറിന്റെ തന്നെ ടോപ്പ് റൈറ്റ് കോർണർ ഇല്ലേ ബാനറിന്റെ, അവിടേക്ക് മൗസ് കൊണ്ടുവന്ന് ആ ഒരു ഐ കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യണം. അവിടേക്ക് മൗസ് കൊണ്ടുവരാം. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ കണ്ട എന്താണ് കാണിച്ചിരിക്കണേ? ആഡ്സ് ബൈ ഗൂഗിൾ. ക്ലിയർ ആയോ? ആഡ്സ് ബൈ ഗൂഗിളിന്റെ ആഡ് ആണത്.
ഓക്കെ, ഒന്നും കൂടി അത് ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് താത്തിക്ക പയ്യെ, അത് പോപ്പപ്പ് ക്ലോസ് ചെയ്യും. അല്ല, ഒരു മിനിറ്റ്, മോളിൽ കണ്ടു വീണ്ടും ഇന്റലിന്റെ അത് ആഡ് താഴേക്ക് താത്തിക്കോളൂ. കണ്ട അവിടെ ഒരു ലാപ്ടോപ്പ് ഉണ്ടോ? ആ ബാനറിന്റെ കോർണറിലേക്ക് മൗസ് വന്നേ, അവിടെ ഉണ്ട്. അതിന് തൊട്ട് കണ്ട, അതിന് ഇന്റുവിനല്ല, അതിന് ഇന്റുവിന് തൊട്ട് ഉണ്ടോ ആഡ് ചോയ്സ്, അതായത് ഗൂഗിളിന്റെ ആഡ് ആണത്. അതുപോലെ വീണ്ടും ലെഫ്റ്റ് സൈഡ് സെന്ററിൽ കണ്ടോ ഒരു ചെറിയ ബാനർ, ഹൊറിസോണ്ടൽ ബാനർ സെന്ററിൽ, അതും ആഡ്സ്, ഇത് ഗൂഗിളിന്റെ ആഡ് ആണ്. ഇതല്ല പ്രജീഷ എന്ന് ചോദിച്ചേ? പ്രജീഷ് ശ്രദ്ധിക്കുക, ഇത് ഈ സൈറ്റ് ഏതാ? എല്ലാരും റിപ്ലൈ ഇട്ടോ. നിങ്ങൾ റിപ്ലൈ ചെയ്താലേ ഞാൻ പഠിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഒരു വൺ സൈഡ് പറയാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിനൊക്കെ എല്ലാവരും ഉത്തരം പറയാം. ഈ സൈറ്റ് ഇപ്പൊ നമ്മൾ ഏത് സൈറ്റാണ് കണ്ടുകൊണ്ടിരിക്കണേ? freshers.world.com എന്ന് പറഞ്ഞ സൈറ്റാണ്. ആ സൈറ്റിൽ ഓക്കെ, ആ സൈറ്റ് എടുത്തപ്പോൾ നമ്മൾ ആഡ് കണ്ടു, ഗൂഗിളിന്റെ ആഡാണ്. നിങ്ങൾക്ക് അത് മനസ്സിലായി? ഇവിടെ ആരാണ് ആഡ് ഇട്ടേക്കണേ? തിങ്ക് പാഡ് ആണ് ആഡ് ഇട്ടേക്കണേ, ശരിയല്ലേ? ഇന്റലിന്റെ തിങ്ക് പാഡ് ആണ്, ശരിയാണോ? അതെ. ഇവരിവിടെ ആഡ് ഇട്ടതുകൊണ്ട് ഫ്രഷേഴ്സിന് എന്തുകൊണ്ട് ഫ്രഷേഴ്സ് വേൾഡ് ഇവിടെ ആഡ് ഇടണം? പറയൂ. കാരണം അതില് ഫ്രഷേഴ്സ് ആണ് ജോലി നോക്കണത് മെയിൻ ആയിട്ട്. അതും ഫ്രഷേഴ്സ് വേൾഡും ഈ ലാപ്ടോപ്പായിട്ട് എന്താ ബന്ധം? മെയിൻ ആയിട്ട് ഇപ്പൊ ഇതിൽ നോക്കുന്നത് അധികം IT ഫീൽഡ് അല്ലേ, അപ്പൊ ഈ ലാപ്പ് അതിനൊക്കെ ആവശ്യമുള്ളതാണ്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ? ഇത് ഫ്രഷേഴ്സ് വേൾഡിന് ഇൻകം കിട്ടുന്ന രീതിയിലായിരിക്കും. എക്സാക്ട്ലി, ഫ്രഷേഴ്സ് വേൾഡിന് എന്തോ ബെനിഫിറ്റ് ഇല്ലാണ്ട് വല്ലോന്റെ ആഡ് ഇവിടെ കൊണ്ടിടോ? അതെ. ക്ലിയർ? അപ്പോ ഇപ്പൊ നിങ്ങൾ ആ തിങ്ക് പാഡിന്റെ ബാനറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോ. ഇപ്പൊ ഫ്രഷേഴ്സ് വേൾഡിന് ഒരു 10 രൂപ കിട്ടി. ബാക്ക് പോട്ടെ, അതല്ല എന്നോട് തൊട്ട് മുന്നേ സൈറ്റ് എടുക്കുക. പ്രജീഷ് ചോദിച്ചേ എങ്ങനെ ഇൻകം ഉണ്ടാക്കണേന്ന്. ഫ്രഷേഴ്സ് വേൾഡിന് ഒരു 10 രൂപ കിട്ടി. ക്ലിയർ? നിങ്ങൾക്കും സൈറ്റ് ഉണ്ടാക്കാം. നിങ്ങളുടെ സൈറ്റിൽ ഇതുപോലെ ആഡ് വരും. അവിടെ ആരെങ്കിലും ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും. അങ്ങനെയാണ് ഇന്റർനെറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഇല്ല. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കുന്നതാണ് ഡിസ്പ്ലേ ആഡ് എന്ന് പറയും. എല്ലാവരും ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ റിയലി കാണിച്ചു തരുന്നത്. ഡിസ്പ്ലേ ആഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. വളരെ സിമ്പിളാക്കി ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആഡ് കാണിച്ചു തന്നെ തന്ന് പറയുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് നിങ്ങളൊരു ബ്ലോഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ freshers.world.com സപ്പോസ് യുവർ വെബ്സൈറ്റ് എന്ന് വിചാരിക്കുക. ഈ വെബ്സൈറ്റ് ഗൂഗിളിന്റെ AdSense.google.com എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഗൂഗിളിന്റെ AdSense.google.com എന്ന് പറയും. ആരെങ്കിലും കേട്ടിട്ടുണ്ട്? AdSense.google.com കാണിച്ചു തരാം. AdSense.google.com. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ എന്ത് വേണം? സ്റ്റെപ്പ് 1, you need a website. Okay. Step 2, submit your website on AdSense.google.com. Step 3, Google approves your website. Step
4, Google displays ads on your site. Step 5, you get income from your website. ഇത്ര സ്റ്റെപ്പ് മനസ്സിലായോ? ഇല്ല. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം. ഈ വെബ്സൈറ്റ് എവിടെ പോയി സബ്മിറ്റ് ചെയ്യണം? adsense.google.com എന്നുള്ള സൈറ്റ് ഉണ്ട്, അവിടെ പോയി സബ്മിറ്റ് ചെയ്യണം. ജസ്റ്റ് നോർമലി സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഗൂഗിൾ ആ സൈറ്റ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം ഗൂഗിൾ ആ സൈറ്റിനെ അപ്രൂവ് ചെയ്യും. അങ്ങനെ more than 2 million websites are part of Google Display Network എന്ന് പറയണേ. ഇപ്പൊ ഞാനൊരു സൈറ്റ് നിങ്ങളെ കാണിച്ചു തന്നു, ഫ്രഷേഴ്സ് വേൾഡ്. അതുപോലെ ഏകദേശം ഒരു സെക്കൻഡ്, എല്ലാവരും ശ്രദ്ധിക്കുക. കണ്ട, ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്ക് GDN എന്ന് പറയും. എല്ലാവരും അത് എഴുതിയെടുക്കട്ടെ. GDN വെരി ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്ക് എല്ലാവരും അത് എഴുതിയെടുക്കുക. ചില ടേമുകൾ ഞാൻ എഴുതിയെടുക്കാൻ പറയണത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. A platform where your ads can appear on vast network of website, apps and videos, including YouTube, Gmail. കണ്ടോ, ഇവിടെ ഒക്കെ നമുക്ക് നമ്മുടെ ആഡ് വരുത്തിക്കാം. കണ്ട, ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്ക് എൻകംബസസ് വാസ്റ്റ് കളക്ഷൻ ഓവർ 2 million വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം 20 ലക്ഷം വെബ്സൈറ്റുകൾ ഈ ഡിസ്പ്ലേ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. അതായത് GDN വഴി 90% ഓഫ് ഇന്റർനെറ്റ് യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക ഹൗ ബിഗ് ഇറ്റ് ഈസ്. ഇതെല്ലാവരും എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം പയ്യെ പയ്യെ, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ അതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പക്കയാവും. ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്, ഞാൻ നിങ്ങൾക്ക് പക്ക ആയിക്കോളും, നിങ്ങൾ പേടിക്കണ്ട. ആദ്യം തന്നെ ടേമുകൾ മനസ്സിലാക്കാൻ ഞാനിത് എന്താന്ന് പറഞ്ഞു തരാം. അപ്രോക്സിമേറ്റ്ലി 2 million വെബ്സൈറ്റ് ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഗൂഗിളിൽ ആഡ് ചെയ്യാനാണ് അല്ലെ. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് വരുത്താം. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് freshers.world.com എന്നൊരു സൈറ്റ് ഞാൻ നിങ്ങൾ കണ്ടു. നമുക്ക് ആ സൈറ്റിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് വരുത്താം. അതേപോലെ എൻ്റെ ഒരു സൈറ്റാണ് internetlisttraining.com. ആ സൈറ്റിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് വരുത്താം. അങ്ങനെ ഏകദേശം 2 million വെബ്സൈറ്റുകൾ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ആഡ് വരുത്താം. എങ്ങനെയാണ് 2 million എന്ന് പറഞ്ഞത്? ഇപ്പൊ ജിൻഷയ്ക്ക് ഒരു സൈറ്റ് ഉണ്ട്. ജിൻഷ എന്ത് ചെയ്തു? jinsha.com എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. ഈ സൈറ്റ് ജിൻഷ എന്ത് ചെയ്തു? adsense.google.com പോയി സബ്മിറ്റ് ചെയ്തു. അവരത് അപ്രൂവ് ചെയ്തു. അപ്പോ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് became the part of Google Display Network. ശീതളിന് ഒരു സൈറ്റ് ഉണ്ട്. ശീതളിന്റെ സൈറ്റ് adsense.google.com സബ്മിറ്റ് ചെയ്തു. ഗൂഗിൾ ആരത് ചെക്ക് ചെയ്തു, അപ്രൂവ് ചെയ്തു. യുവർ സൈറ്റ് ഓൾസോ ബിക്കേം ദ പാർട്ട് ഓഫ് GDN ഓർ ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്ക്. അങ്ങനെ 2 million വെബ്സൈറ്റുകൾ ഉണ്ട്. അതിൽ തന്നെ മൊബൈൽ ആപ്സ് ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലുള്ള വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ ഡിസ്പ്ലേ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കും മനസ്സിലായ? കോൺസെപ്റ്റ് കിട്ടിയോ? അങ്ങനെ എനിക്കിപ്പോ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഐ ക്യാൻ സബ്മിറ്റ് മൈ വെബ്സൈറ്റ് ഓൺ adsense.google.com. അവിടെ പോയി സബ്മിറ്റ് ചെയ്യുക. ജസ്റ്റ് സബ്മിറ്റ് ചെയ്താൽ മതി, അവർ അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യാണ് ദി സൈറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. ചെക്ക് ചെയ്യാണ്, ചെക്ക് നല്ല സൈറ്റ് ആണ്. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ
അങ്ങനെ ആഡ്സെൻസ് ഗൂഗിൾ ആർ അപ്രൂവ് ചെയ്ത വെബ്സൈറ്റുകളിൽ മാത്രമേ നമുക്ക് ആഡ് ഇടാൻ പറ്റൂ. നമ്മൾ ഗൂഗിളിന്റെ അടുത്ത് പറയാണ് യു ക്യാൻ ഗിവ് ആഡ്, യു ക്യാൻ സബ്മിറ്റ്, യു ക്യാൻ ഡിസ്പ്ലേ യുവർ ആഡ് ഓൺ അവർ വെബ്സൈറ്റ് എന്ന് നമുക്ക് അവർക്ക് പെർമിഷൻ കൊടുക്കുകയാണ്. നമ്മൾ എന്തിനാണ് നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് കൊണ്ടിടാം. നമുക്ക് കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലും അതുപോലെ ആഡ് സ്റ്റാർട്ട് ഡിസ്പ്ലേയിങ്. അപ്പൊ നമുക്കും ഇൻകം കിട്ടും. ഞാൻ ഇൻകം എങ്ങനെ കിട്ടും എന്നുള്ളത് പറയാം. ക്ലിയർ ആണോ? യെസ് സാർ. Yes, sir. പ്രജീഷ ക്ലിയർ ആണോ? yes, yes. അപ്പൊ മനസ്സിലായാലും എങ്ങനെയാണ് ആഡ് വരണേന്ന്. ഇനി ഞാൻ അഡ്വർടൈസർ ആണ്. ഞാൻ ഓൾറെഡി ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? ഗൂഗിൾ സെർച്ചിൽ ക്യാമ്പയിൻ ചെയ്തു. നിങ്ങൾ കണ്ടൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് വരുന്നു. എനിക്ക് എൻ്റെ അഡ്വർടൈസ്മെന്റ്, എൻ്റെ ബാനറുകൾ എനിക്ക് മറ്റുള്ളവരുടെ വെബ്സൈറ്റിൽ അഡ്വർടൈസ് ചെയ്യാം. ആ സൈറ്റുകൾ ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്കിന്റെ ഭാഗമായിരിക്കണം. അപ്പൊ എനിക്ക് എൻ്റെ ബാനറുകൾ മറ്റുള്ളവരുടെ വെബ്സൈറ്റിൽ കൊണ്ട് എനിക്ക് അഡ്വർടൈസ് ചെയ്യാം. അത് ഞാൻ ഡിസ്പ്ലേ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇവിടെ ഞാൻ ഗൂഗിളിന് എങ്ങനെ പൈസ കൊടുക്കുന്നത്? ഇപ്പൊ ഫ്രഷേഴ്സ് വേൾഡ് എന്ന് പറഞ്ഞ സൈറ്റ് എടുക്കും. freshers.world.com എന്നുള്ള സൈറ്റ് എടുക്കും. സൈറ്റ് എടുത്തപ്പോ ഇവിടെ ആഡ് ഉണ്ട്. കണ്ട, ഇത് കണ്ട, ആഡ്സ് ബൈ ഗൂഗിൾ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ചെയ്ത് വെച്ചേക്കാണ് ആഡ്സ് ബൈ ഗൂഗിൾ. മനസ്സിലായോ? ഇത് ഇനി ശരിക്കും ശ്രദ്ധിക്കുക. ഇത് IDFC ഫസ്റ്റ് റാങ്ക്. കണ്ട, ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പൺ. ഇതൊരു ബാങ്കിന്റെ അക്കൗണ്ടാണ്, ബാങ്കിന്റെ ആഡാണ്. ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ഈ ബാങ്കുകാർ അഡ്വർടൈസ് ചെയ്തൊക്കെയാണ്. ബാങ്കുകാര് അഡ്വർടൈസ് ചെയ്തൊക്കെയാണ്. അവരെന്ത് ചെയ്തു? ഫ്രഷേഴ്സ് വേൾഡിന്റെ സൈറ്റിൽ കൊണ്ട് അവരുടെ ആഡ് ഇട്ടു. കാരണം ഫ്രഷേഴ്സ് വേൾഡ് ഓൾറെഡി ഗൂഗിളിന്റെ ഡിസ്പ്ലേ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. ആഡ് ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രഷേഴ്സ് വേൾഡ് അല്ല, ഈ ബാങ്ക് എന്ത് ചെയ്യും? ഗൂഗിളിന് പൈസ കൊടുക്കാണ്. ഒരു ക്ലിക്കിന് ഞാൻ 20 രൂപ തരാം. ശ്രദ്ധിക്കുക, അങ്ങനെയാണല്ലോ. ഒരു ക്ലിക്കിന് 20 രൂപ ഗൂഗിളിന് കൊടുക്കാന്ന് പറയും. ഞാൻ ഈ ആഡ് ഇപ്പൊ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഈ ബാങ്ക് ഗൂഗിളിന് എന്ത് കൊടുത്തു? 20 രൂപ. ഈ ബാങ്കുകാരുടെ പോയി 20 രൂപ പോയി. ഗൂഗിളിന് 20 രൂപ കിട്ടി. ക്ലിയർ? ഈ ഗൂഗിളിന് അല്ലെങ്കിൽ ഈ ബാങ്കിന് ഈ ക്ലിക്ക് എവിടെ നിന്ന് കിട്ടിയേ? ഫ്രഷേഴ്സ് വേൾഡ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് കിട്ടിയേ. അതുകൊണ്ട് ഗൂഗിൾ എന്ത് ചെയ്യും? 20 രൂപയെന്ന് 10 രൂപ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കും. പോയിന്റ് കിട്ടിയോ? Yes, sir. മനസ്സിലായില്ല? മനസ്സിലായി. സിമ്പിൾ കാര്യമാണ്. ഒരു അഫിലിയേറ്റ് ആണ് അവര്. ഒരു മിഡിൽ മാൻ ആണ് ഗൂഗിൾ ഇവിടെ. ഗൂഗിൾ എന്താ ചെയ്യണേ? ഫ്രഷേഴ്സ് വേൾഡിനെയും ഈ സൈറ്റിനെയും കണക്ട് ചെയ്യണു. അതാണ്. മറ്റേത് ഗൂഗിളിന്റെ തന്നെ പ്രൊഡക്റ്റ്, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫുൾ പൈസ ഗൂഗിളിന് കിട്ടും. ഇവിടെ ഗൂഗിൾ ഒരു അഫിലിയേറ്റ് ആണ്. അതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാ. അപ്പൊ ഫ്രഷേഴ്സ് വേൾഡ് എന്ന് പറയുന്നത് ഒരു അഫിലിയേറ്റ് ആവാണ്. ആരെങ്കിലും ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ വിൽ പേ ദിസ് അഫിലിയേറ്റ്സ്. ഗൂഗിളിന്റെ അഫിലിയേറ്റ് ആവാണ് ഇതിന്. മനസ്സിലായില്ല? മനസ്സിലായി. ഇതിനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത്. പ്രജീഷ് ഇതാണോ ചോദിച്ചായിരുന്നേ? അതെ, ചില വെബ്സൈറ്റ് പിന്നെ ഗൂഗിൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുന്നുള്ള ഇപ്പം നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. ആ, അവർക്കൊക്കെ അങ്ങോട്ടേക്ക് റെമ്യൂണറേഷൻ കൊടുത്തിട്ടാണല്ലോ അവരെ നിലനിർത്തുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതി ചോദിച്ചു. അതന്നെയാണത്. നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പൈസ കൊടുക്കുന്നത് വെറുതെ കൊടുക്കാല്ല, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ക്ലിയർ? ഓക്കെ. ക്ലിക്കല്ലാണ്ട് വെറും ഡിസ്പ്ലേ, ചില ഡിസ്പ്ലേയിൽ ഇപ്പം ഒരു ഡിസ്പ്ലേയിലും കൊടുക്കും, ഇംപ്രഷനും പൈസ ഉണ്ട്. അതിനാണ് പറയുന്നത് ഇംപ്രഷൻ.
ഞാൻ പറഞ്ഞത് ആ കോൺസെപ്റ്റ് പറഞ്ഞത് ആ ഇപ്പൊ IDFC ബാങ്ക് ഗൂഗിളിന് ഒരു എമൗണ്ട് കൊടുക്കുകയാണ്. അതിൽ നിന്നാണ് അവർ ഗൂഗിൾ കൊടുക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഡയറക്റ്റ് ആയിട്ട് ഫ്രഷേഴ്സ് വേൾഡ് എന്നുള്ള ആ വെബ്സൈറ്റിന്റെ അവർക്ക് തന്നെ ഡയറക്റ്റ് ചെയ്തുകൂടാ? ആർക്ക്? ഈ ബാങ്കിനാ? ബാങ്കും പിന്നെ ഈ IDFC പിന്നെ ഫ്രഷേഴ്സ് വേൾഡും തമ്മിൽ ടൈപ്പ് ആയിട്ട് അങ്ങനെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? അതൊരു ഗുഡ് ചോദ്യമാണ്. ഞാൻ അതിൻ്റെ ഒരു വലിയൊരു കഥയുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പറയാം. നിങ്ങൾ പറഞ്ഞത് വളരെ ഗുഡാണ്. അതായത് ഞാൻ ചെയ്തതാണ് പരിപാടി. ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം. നിങ്ങൾ നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചു. നേരത്തെ ഞാൻ നമ്മളെ കീവേഡുകളുടെ ഞാനൊരു ലൈവ് ക്യാമ്പയിൻ കണ്ടപ്പോൾ നിങ്ങളെ കണ്ടല്ലോ. ഏതൊക്കെ കീവേഡുകളിൽ നിന്നാണ് ക്ലിക്ക് കിട്ടുന്നത് നിങ്ങൾ കണ്ടായിരുന്നു? കണ്ടതാണോ? അതൊക്കെ കാണിച്ചെന്നോ? പറയൂ. നിങ്ങൾ ഒന്നും റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ. ഒരു വികാരമില്ലാണ്ടല്ലോ ഇത്ര ഒന്നുകൂടി നേരം. കാണിച്ചു തരുമോ സാർ? എന്തിനാണ് ഒന്നും കൂടി കാണിച്ചു തരുന്ന? പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നെ നിങ്ങൾ പറഞ്ഞെന്തല്ലേ? അല്ല, എന്തിനാണ് നിങ്ങൾ ശ്രദ്ധിക്കണില്ല? ഇത് കണ്ട, ഇതിപ്പോ ഒരു ഞാൻ നിങ്ങൾ അന്ന് കാണിച്ചത് നമ്മളൊരു ക്ലയന്റ് ആണ്. ഇപ്പൊ ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന് പറയണ അവരുടെ ഒരു കോഴ്സ് ഉണ്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റി. ഓക്കെ, ഈ കോഴ്സിൽ നമുക്കറിയാം എന്താ ഫുഡ് ഏതൊക്കെ കീവേഡിൽ നിന്നാണ് ഇംപ്രഷനും ക്ലിക്കും കിട്ടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ? ഏതൊക്കെ കീവേഡിൽ നിന്നാണ് ക്ലിക്കും ഇംപ്രഷനും കിട്ടിയത് കാണാം. ഇതുപോലെ തന്നെയാണ് ഡിസ്പ്ലേ നെറ്റ്വർക്ക് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഈ കീവേഡിന്റെ സ്ഥാനത്ത് കാണിക്കുന്നത് എന്താന്ന് പറയുമ്പോ വെബ്സൈറ്റുകളുടെ പേരാ. ഏതൊക്കെ വെബ്സൈറ്റുകളിൽ നിന്നാണ് നമുക്ക് ക്ലിക്കും ഇംപ്രഷനും കിട്ടിക്കണെന്ന് കാണാം. ക്ലിയർ? മനസ്സിലായില്ല? മനസ്സിലായി. ക്ലിയർ സാർ. മനസ്സിലായി. അപ്പൊ നമുക്കറിയാം. അപ്പൊ നമുക്ക് കാണുമ്പോൾ അറിയാം ഏത് സൈറ്റിൽ നിന്നാണ് കൂടുതലും ക്ലിക്കുകൾ കിട്ടുന്നത്. നമ്മൾ നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ ആ സൈറ്റിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് അത് സാധാരണ പറഞ്ഞ നമ്മുടെ അനലിറ്റിക്കൽ സ്കില്ലാണ്. നിങ്ങൾ ഇവിടുന്ന് പഠിക്കണം. എനിക്ക് ഈ സൈറ്റിന് ഏകദേശം ഇത്രയും ക്ലിക്ക് ആവുന്നുണ്ട്, ഇത്രയും രൂപ സ്പെൻഡ് ആവുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അവരെ സമീപിച്ചിട്ട് പറയാം, ഗൂഗിളിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേണം അവരായിട്ട് ഡയറക്റ്റ് ഡീല് ചെയ്യാം. പക്ഷെ അവര് ചിലവരൊന്നും സമ്മതിക്കില്ല. ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം വരുമാനം കാര്യങ്ങൾ കിട്ടും. ഞാൻ അങ്ങനെയാണ് ഓൾ ഇന്ത്യ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ സൈറ്റുകാരെ കണ്ടെത്തും. ഏത് സൈറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്ലിക്കുകൾ വന്നതെന്ന് അറിയാൻ പറ്റും. ആ സൈറ്റുകാരായിട്ട് ഞാൻ പലതരത്തിലുള്ള ക്യാമ്പയിൻസ് ചെയ്യുമായിരുന്നു. കാരണം ആ സൈറ്റ് നമുക്ക് വളരെ ഗുണമുള്ളതെന്ന് തിരിച്ചറിഞ്ഞിട്ട്. ക്ലിയർ? ക്ലിയർ സാർ. കുറച്ചൊരു ഐഡിയ കിട്ടിയോ എന്താണ് ഡിസ്പ്ലേ നെറ്റ്വർക്ക്, എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡിസ്പ്ലേന്റെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അപ്രോക്സിമേറ്റ്ലി 2 മില്യൺ വെബ്സൈറ്റ് ആണ്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ ഗൂഗിളിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്ന 75% ബഡ്ജറ്റും ഡിസ്പ്ലേയിലാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം ഹൗ ബിഗ് ഇറ്റ് ഈസ്. മനസ്സിലായോ? അപ്പൊ നമുക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു 2 മില്യൺ വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് പലതരത്തിൽ ഈ സൈറ്റുകൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള സൈറ്റ് സെലക്ട് ചെയ്യാം. ആ സൈറ്റുകളിൽ മാത്രം നമ്മുടെ ആഡ് വരും. നമുക്ക് വേണമെങ്കിൽ കീവേഡ് ഇട്ട് കൊടുക്കാം. ആ കീവേഡ് ഏതൊക്കെ സൈറ്റിന്റെ കണ്ടന്റിലുണ്ടോ ആ സൈറ്റിലൊക്കെ നമ്മുടെ ആഡ് വരും. പലതരത്തിൽ നമുക്ക് അങ്ങനെ ടാർഗറ്റ് ചെയ്യാം. അതാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഹൃതിക്ക് ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്തേ. ക്യാമ്പയിൻ എടുത്തേ. ക്യാമ്പയിൻ എടുത്തേ. ക്യാമ്പയിൻ എടുത്തോ? ഇനി പുതിയ ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്തേ.
അവിടെ ലീഡ്സ് ക്ലിക്ക് ചെയ്തേ. അവിടെ കണ്ടോ സെർച്ച്, പെർഫോമൻസ് മാക്സ്, ഡിമാൻഡ്, ഡിസ്പ്ലേ എന്ന് കണ്ടോ, ഡിസ്പ്ലേ. അതുമ്മ ക്ലിക്ക് ചെയ്യാ. ഓക്കെ, പറഞ്ഞുതരാം ഒരു സെക്കൻഡ്. പൈ മോളി പോട്ടെ. ക്യാമ്പയിന്റെ പേര് കൊടുക്കുക, ഡിസ്പ്ലേ ക്യാമ്പയിൻ. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രി ഒക്കെ കൊടുക്കാം. വേണേ ഇന്ത്യ കൊടുത്തോളൂ. താഴേക്ക് വന്നേ. നെക്സ്റ്റ് അടിക്കാം. ഇവിടെയും ബിഡ് കൊടുക്കാം, 1000 കൊടുക്കാം. താഴേക്ക് വന്നേ. നെക്സ്റ്റ് അടിക്കും. ആഡ് ടാർഗറ്റിംഗ് കൊടുക്കും. കണ്ട, ഇവിടെ നമുക്ക് പല രീതിയിലും ടാർഗറ്റ് ചെയ്യാം. ഞാനിപ്പോ ആദ്യം ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെമോഗ്രാഫിക്സ് കൊടുക്കാം. ഡെമോഗ്രാഫിക്സ് സെലക്ട് ചെയ്തേ. വേണ്ട, ഇന്ന ഏജിലുള്ളവരെ, ജെൻഡറിലുള്ളവരൊക്കെ ടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ വേണമെങ്കിൽ ആ ഫീമെയിൽ എടുത്ത് മാറ്റിയേ. താഴേക്ക് വരാം. ഇനി വീണ്ടും ആഡ് ടാർഗറ്റിംഗ് ക്ലിക്ക് ചെയ്തേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കീവേഡ് കൊടുക്കാം. വെയിറ്റ് ചെയ്യട്ടോ. ഇപ്പൊ ഒരു കീവേഡ്, സജസ്റ്റ് കീവേഡ്സ് റിലേറ്റഡ് ടു പ്രൊഡക്റ്റ് ഓർ സർവീസസ് ടു ടാർഗറ്റ് റെലവെന്റ് വെബ്സൈറ്റ്. നിങ്ങൾ ഏത് വേർഡാണ് കൊടുക്കുന്നത്, ആ കീവേഡ് ഏതൊക്കെ വെബ്സൈറ്റിലുണ്ടോ ആ വെബ്സൈറ്റ് ഡിസ്പ്ലേ നെറ്റ്വർക്കിന്റെ ഭാഗമായിരിക്കുകയും ചെയ്യണം. ആ വെബ്സൈറ്റിൽ നമ്മുടെ ആഡ് വരും. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലേസ്മെന്റ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, പ്ലേസ്മെന്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെ വെബ്സൈറ്റ് ചൂസ് ചെയ്യാം. താഴേക്ക് താത്തി. ഇപ്പൊ കണ്ടോ, നിങ്ങൾ വെറുതെ മുകളിൽ ആ സെർച്ച് കണ്ടോ, സെർച്ചിൽ വെറുതെ ഡിജിറ്റൽ എന്ന് കൊടുത്ത ഡിജിറ്റൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏതായാലും മതി. മാർക്കറ്റിംഗ് കണ്ട, അവിടെ കാണിക്കും. വരട്ടെ വെയിറ്റ് ചെയ്യാം. കണ്ട, യു ക്യാൻ അപ്പിയർ. കണ്ട, ഏകദേശം 286 സൈറ്റുകളുണ്ട്. യൂട്യൂബ് ചാനൽ 1K+ ഉണ്ട്. യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. മൊബൈൽ ആപ്പ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ആഡ് വരും. ആ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കണ്ട, അവിടെ വേണമെങ്കിൽ കൊടുക്കാം passionatemarketing.com, marketing91. അത് 2-3 ചെക്ക് ചെയ്തേ. ആ സൈറ്റുകളിൽ നമ്മുടെ ആഡ് വരും. ഐഡിയ കിട്ടിയോ? ഇനി താഴേക്ക് താത്തേ. നെക്സ്റ്റ് അടിച്ചോ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഗൂഗിളിലാണെങ്കിൽ സെർച്ച് ആഡ് ആണ്, ടെക്സ്റ്റ് ആഡ് ആണ്. ഇവിടെ നമുക്ക് ബാനറുകൾ കൊടുക്കാം. ഇവിടെ നമുക്ക് ബാനേഴ്സ് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബാനറുമേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ടാർഗറ്റ് ചെയ്ത വെബ്സൈറ്റുകളിൽ നമ്മുടെ ആഡ് ചെല്ലും. അവിടെ നമുക്ക് ബാനർ കൊടുക്കാം. നമ്മൾ ആ ബാനറുമേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്കല്ലേ വരണ്ടേ. അപ്പൊ വെബ്സൈറ്റ് ഫൈനൽ URL നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കാം. ഒറ്റ സെക്കൻഡ്. ആ URL കൊടുത്തോളൂ. ഞാൻ വേറൊരു സാധനം ഇവിടെ സെറ്റ് ചെയ്യാൻ. ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങൾക്ക് ഒരു ആഡ് കുറച്ച് തരാം. ഒറ്റ സെക്കൻഡ് കേട്ടോ.
ഒരു ബാനർ ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, അത് എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇനി ബിസിനസ് നെയിം കൊടുക്കുക, ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. താഴെ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. ആ, ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. പയ്യൊന്ന് റൈറ്റ് സൈഡ് മോളടിക്ക് നോക്കിയേ, മോളടിക്ക്, താഴേക്കല്ല മുകളിലേക്ക്. അവിടെ കണ്ട ഇൻ പ്രോഗ്രസ് റെസ്പോൺസീവ് ഡിസ്പ്ലേ ആയിരുന്നുണ്ട്, അവിടെ ചേഞ്ച് ക്ലിക്ക് ചെയ്ത് ചേഞ്ച്. അവിടെ നിങ്ങൾക്ക് തന്നെ അപ്ലോഡ് ചെയ്യാം ഇമേജ് ആഡ്. കണ്ട അപ്ലോഡ് ഡിസ്പ്ലേ ആഡ്, അത് ക്ലിക്ക് ചെയ്ത് ഞാനത് ചാറ്റിൽ എന്താണ് സ്റ്റേ കൊടുക്കുക. ഒന്നും കൂടി ചേഞ്ച് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഡിസ്പ്ലേ ആഡ് കൊടുത്ത് ലീവ് കൊടുത്തോളൂ, ലീവ്. വരട്ടെ. താഴേക്ക് താത്തി കണ്ട ചൂസ് ഫയൽസ് ടു അപ്ലോഡ്, അത് ക്ലിക്ക് ചെയ്യാം. ഞാൻ 2 ഇമേജ് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ. ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, ആദ്യം ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തെങ്കിൽ നോക്ക്. ചാറ്റ് അത് ക്ലോസ് ചെയ്ത് ചാറ്റിൽ ഡൗൺലോഡ് ചെയ്താ. ഇത് ക്ലോസ് ചെയ്യും, ഈ വിൻഡോ ക്ലോസ് ചെയ്യും. എന്നിട്ട് ചാറ്റിൽ നോക്കി, ഇത് ക്യാൻസൽ ചെയ്യും. ചാറ്റ് നോക്ക്, ചാറ്റിൽ നോക്കി. നിങ്ങൾ റിപ്ലൈ ചെയ്യ ഹൃദിക്ക്, ഞാൻ പറയണ എന്തെങ്കിലും റിപ്ലൈ ചെയ്യും. ഓക്കെ സാർ, ചാറ്റ് കൊണ്ടുണ്ടായിരുന്നു. ചാറ്റിൽ ഇമേജ് 2 ഇമേജ് കണ്ടോ? അത് ഡൗൺലോഡ് ചെയ്യും. ചെയ്തില്ലായിരുന്നു. കിട്ടണില്ലേ? കിട്ടി. അതാണ് നിങ്ങൾ റിപ്ലൈ ചെയ്യാൻ. ഞാൻ എന്തോ ഡൗട്ടില്ല, റിപ്ലൈ ഇല്ലാത്താലോ നിങ്ങൾ എന്തെങ്കിലും ഞാൻ പറയണ റിപ്ലൈ ചെയ്യാം. സാർ ഡൗൺലോഡ് ചെയ്താ? അതിന്റെ ഇനി ആ ഇമേജ് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഇത് രണ്ടെണ്ണം ഉണ്ട് സാർ. 3 അപ്ലോഡ് ചെയ്തോളൂ. രണ്ടെണ്ണം. ചെയ്തോ? ചെയ്തു സാർ, ചെയ്തോണ്ടിരിക്കും. സാർ കണ്ട, അതാണ് ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്തു. കണ്ടോ? അപ്പൊ ഈ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത വെബ്സൈറ്റിൽ വരും. താഴേക്ക് താത്തി നെക്സ്റ്റ് അടിക്കാം. ഇമേജ് ആഡിന് എറർ ഉണ്ട്, ഫിക്സ് എറർ ഇൻ യുവർ ആഡ്സ് ക്ലിക്ക് ചെയ്ത് അവിടെ ഫൈനൽ URL കൊടുത്തില്ല, കൊടുക്കുക. താഴേക്ക് താത്തി നിങ്ങൾ ആ ഇമേജ് കൊടുത്തിട്ട് ഒരു എറർ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് അടിച്ച് ഒന്നും കൂടി ഫിക്സ് എറർ ഇൻ ആഡ്സ് ക്ലിക്ക് ചെയ്ത് അവിടെ ന്യൂ ആഡുമ്പോ ക്ലിക്ക് ചെയ്ത് ന്യൂ ആഡുമ്പോ ഒന്നും കൂടി അപ്ലോഡ് ഡിസ്പ്ലേ ആഡ് എടുക്കി. താഴേക്ക് വന്ന് ചൂസ് ഫയൽസ് അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് വെർട്ടിക്കൽ അതല്ല, അതിന് തൊട്ട് മുന്നത്തെ ആഡുമ്പോ ക്ലിക്ക് അല്ല, അത് തന്നെ ഓപ്പൺ ചെയ്യും. ഓരോന്നിനും ഒരു സൈസ് ഉണ്ട്, ചിലതെല്ലാം അപ്രൂവൽ. ഇനി ആ ഫൈനൽ URL ഒന്നും കൂടി വെബ്സൈറ്റ് കൊടുത്ത് കൊടുത്തു സാർ. ഇത് താഴേക്ക് താത്തി നെക്സ്റ്റ് അടിച്ച്
ഓയിൽ എറർ ഉണ്ട്, ആ സൈസ് കറക്റ്റ് അല്ല. ഒന്നും കൂടെ ഫിക്സ് എറർ ക്ലിക്ക് ചെയ്ത് മുന്നത്തെ എറർ ആയിരിക്കോ ഇത്? പറ്റത്തില്ല തോന്നുന്നു, അതായിരിക്കും. അത് റിമൂവ് ചെയ്തേ. എസ് റിമൂവ്. ഞാൻ നെക്സ്റ്റ് അടിച്ച്. വെയിറ്റ് ഇനി പബ്ലിഷ് ക്യാമ്പയിൻ. വെയിറ്റ് ചെയ്യാം. ഇനി ആ സ്ക്രീനിന്റെ ലെഫ്റ്റിൽ ക്ലോസ് ചെയ്തോളൂ, കുഴപ്പമില്ല. ലെഫ്റ്റ് ടോപ്പിൽ ക്ലോസ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായോ? കണ്ടോ? ഇത് ഏറ്റവും സ്ക്രീൻ മോളിൽ പോട്ടെ. ഓൾ ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്ത് കണ്ടോ? അവിടെ ഡിസ്പ്ലേ ക്യാമ്പയിൻ വന്നു. ഇനി ആ ഡിസ്പ്ലേ ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്ത് ആഡ് ഗ്രൂപ്പ് കൊണ്ടുമ്പോ ക്ലിക്ക് ചെയ്ത് താഴേക്ക് താത്ത കണ്ടോ? നിങ്ങളുടെ ആഡ് കാണാം. കണ്ടോ? അവിടെ അണ്ടർ റിവ്യൂ ആണ്. കണ്ടോ? ബാനർ കണ്ടോ? മറ്റേത് ടെക്സ്റ്റ് ആഡ് ആണ്. ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ബാനർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സൈറ്റുകളിൽ പോകും. ഇതിനെയാണ് ഡിസ്പ്ലേ ആഡ് എന്ന് പറയാ. ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായി സാർ. നിങ്ങൾക്ക് അവിടെ യൂട്യൂബ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ മൊബൈൽ ആപ്പ് സെലക്ട് ചെയ്യാം. അപ്പൊ പലതരം സൈസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വെർട്ടിക്കൽ ഓഫ് ബാനറില്ലേ, മറ്റേ ബാനറിന്റെ സൈസ് ആപ്റ്റ് അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വെർട്ടിക്കൽ ബാനർ മാത്രം ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ചും കൂടി ബാനറുകൾ തരാം. അപ്പൊ ഞാൻ തരുന്ന എല്ലാ ബാനറും അപ്ലോഡ് ചെയ്യുക. കണ്ടോ? പലതരത്തിലുള്ള ബാനറുകൾ ഉണ്ട്, കണ്ടില്ലേ? ഇങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്ത് പഠിക്കണ്ടേ. കണ്ട? ഇതൊക്കെ പല സൈസിലുള്ള ബാനറുകൾ. ഇതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഞാൻ ഇതിന് വേറെ കുറച്ച് സിസ്റ്റങ്ങളൊക്കെ പറഞ്ഞു തരാം. എല്ലാവരും ഈ ബാനർ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്താ